ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസറിന്റെ കൗൺസിലിംഗ് റൗണ്ട്സിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾക്ക് വേണ്ട ഐസറിന്റെ പ്രിഫറൻസ് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. പ്രിഫറൻസ് ഓർഡർ കൊടുക്കാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ജൂലൈ 3-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. സോ നിങ്ങൾ എല്ലാവരും തന്നെ പെട്ടെന്ന് പ്രിഫറൻസ് ഓർഡർ ഇന്റലിജന്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രിഫറൻസ് ഓർഡർ സബ്മിറ്റ് ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ പ്രിഫറൻസ് ഓർഡറിനെ കുറിച്ച് കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പൊ ആ ഒരു വെബിനാർ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് 7 ഐസറുകളും 7 ഐസറിലെ ക്യാമ്പസുകളും എല്ലാം 7 ഐസറുകളിൽ നിന്നുള്ള സ്റ്റുഡൻസ് തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന വെബിനാർ ആണത്. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ആ വെബിനാർ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ തരും. അതിനുശേഷം നിങ്ങൾക്ക് പ്രിഫറൻസ് ഓർഡർ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 3-ാം തീയതി 5 മണിക്ക് ശേഷം പ്രിഫറൻസ് ഓർഡർ എല്ലാവരും സബ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു ടൈം ലൈൻ, ഏകദേശം ഒരു ഐഡിയ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇത് കഴിഞ്ഞാലുള്ള പ്രോസസ്സ്, എന്തൊക്കെയാണ് കൗൺസിലിംഗ് പ്രോസസ്സുകൾ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു പ്രിഫറൻസ് ഓർഡർ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് ഉണ്ട് എങ്കിൽ, കിട്ടാൻ സാധ്യതയുള്ള റാങ്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്കൊരു ഇമെയിലിൽ ഒരു ഓഫർ ലെറ്റർ വരും. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഐസറിൽ നിന്നും ഒരു ഓഫർ ലെറ്റർ വരും. ആ ഓഫർ ലെറ്റർ വന്നാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫർ റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റിജക്ഷൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസറിലേക്ക് പോകാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് യാതൊരു കാര്യവും ചെയ്യേണ്ടതില്ല. ഒരു ആക്ഷനും നിങ്ങൾ എടുക്കേണ്ടതില്ല. ഒരു ഇമെയിൽ വരുന്നു, നിങ്ങൾ അതിനോട് റെസ്പോണ്ടേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഓഫർ റിജക്റ്റ് ചെയ്യുന്നു എന്നാണ് അർത്ഥം. പക്ഷേ മിക്കവാറും ആളുകൾ ചെയ്യാൻ പോകുന്നത് ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഓഫർ, ഐസറിൽ നിന്നുള്ള ഓഫർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഐസറിലേക്ക് ജോയിൻ ചെയ്യാൻ റെഡിയാണ് എന്ന് അറിയിക്കുന്നതിനാണ് നമ്മൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആ ഓഫർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ പേ ചെയ്യുക എന്നുള്ളതാണ്. സോ ഫീസ് ആയിട്ടുള്ള 35,000 റുപ്പീസ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ പേ ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റ് അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫീ ആയിട്ട് വരുന്നത് 17,500 രൂപയായിരിക്കും. സോ ഓഫർ ലെറ്റർ കിട്ടി, സീറ്റ് അക്സെപ്റ്റൻസ് ഫീ പേ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് സീറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടത്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ഐസറിൽ നിന്നാവും ഇപ്പോൾ ഓഫർ ലെറ്റർ കിട്ടിയത്. സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു ഞാൻ പ്രിഫറൻസ് ഓർഡർ കൊടുത്തിരുന്നത് എന്ന് വിചാരിക്കാം. എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പൂനെ ആയിരുന്നു, സെക്കൻഡ് പ്രിഫറൻസ് ഭോപ്പാലാണ്, തേർഡ് പ്രിഫറൻസ് മൊഹാലിയാണ്, ആൻഡ് ഫോർത്ത് പ്രിഫറൻസ് ഐസർ തിരുവനന്തപുരമാണ്. ഇപ്പൊ എനിക്ക് ഓഫർ വന്നത് ഐസർ തിരുവനന്തപുരത്ത് നിന്നാണ്. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനി ചെയ്യാനുള്ളത്, എൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഫ്രീസ് അല്ലെങ്കിൽ ഫ്ലോട്ട്. എന്താണ് ഫ്രീസ് എന്ന് ചോദിച്ചാല്, ഇപ്പൊ എനിക്ക് തിരുവനന്തപുരം കിട്ടി, പക്ഷെ ഞാൻ പ്രിഫറൻസ് ഓർഡറിൽ അതിന്റെ മുകളിൽ 3 ഐസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ മൈൻഡ് ചേഞ്ച് ആയി. ഇനി ഞാൻ മുകളിൽ അടുത്ത റൗണ്ട് കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നില്ല, ഞാൻ തിരുവനന്തപുരം ലോക്ക് ചെയ്യുകയാണ് എങ്കിൽ ഞാൻ ഫ്രീസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് ഫ്രീസ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് അലോക്കേറ്റഡ് ആയിട്ട് കിട്ടിയ ഐസർ നിങ്ങൾ ഫൈനലൈസ് ചെയ്യുകയാണ്. ഫ്രീസ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുന്നതിന്റെ മുന്നേ നിങ്ങൾ മിനിമം 2 തവണയെങ്കിലും ആലോചിക്കണം. കാരണം വൺസ് നിങ്ങൾ ഫ്രീസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഗോയിങ് ബാക്ക് ഉണ്ടാവില്ല എന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫ്രീസ് ചെയ്താൽ എന്താണ് അതിന്റെ ഇംപ്ലിക്കേഷൻ? നിങ്ങൾക്ക് അടുത്ത റൗണ്ട് ഓഫ് കൗൺസിലിംഗിലേക്ക് നിങ്ങളെ പങ്കെടുക്കില്ല. ആൻഡ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഫ്ലോട്ട്. സ്വാഭാവികമായിട്ട് എല്ലാവരും ഫ്ലോട്ട് ആണ് പ്രിഫർ ചെയ്യുക. എന്താണ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ഇപ്പൊ ഐസർ തിരുവനന്തപുരം കിട്ടി, 1ാമത്തെ റൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത റൗണ്ടിൽ നിങ്ങൾ മൊഹാലിയിലേക്കോ ഭോപ്പാലിലേക്കോ പൂനെയിലേക്കോ ഒക്കെ നിങ്ങൾ അടുത്ത റൗണ്ട് ഓഫ് കൗൺസിലിംഗിലേക്കും നിങ്ങളെ കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടയ്ക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അടുത്ത കൗൺസിലിംഗ് റൗണ്ട് വരും, അതിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്ലോട്ട് ഓപ്ഷൻ ആണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങളെ കൺസിഡർ ചെയ്യും. അപ്പം ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തുക. ഫ്രീസ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ബി കൺസിഡേർഡ് ആസ് ഫ്ലോട്ട് ഓപ്ഷൻ. ഓക്കെ, സോ എന്താണ് ഫ്ലോട്ടിന്റെ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? അടുത്ത റൗണ്ട് ഓഫ് കൗൺസിലിംഗിലേക്ക്
നിങ്ങളെ പങ്കെടുപ്പിക്കുന്നതാണ് എന്നാണ് ഫ്ലോട്ടിന്റെ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ഫ്രീസ് ആണ് ചെയ്തത് എങ്കിലും ഫ്ലോട്ട് ആണ് ചെയ്തത് എങ്കിലും ഈ കൗൺസിലിങ്ങിന്റെ റൗണ്ട്സ് എല്ലാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ അലോട്ട്മെന്റ് കിട്ടും. ഒരു ഐസർ ഫൈനലി അലോട്ട് ചെയ്ത് കിട്ടുമല്ലോ. ആ ഐസറിലേക്ക് നിങ്ങൾ ഫിസിക്കലി പോയി റിപ്പോർട്ട് ചെയ്ത് അവിടെ അഡ്മിഷൻ എടുക്കുക, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അടുത്ത നിങ്ങളുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഓഫർ ലെറ്റർ റിജക്റ്റ് ചെയ്താൽ ഓക്കെ, നിങ്ങൾ ഒരു ആക്ഷൻ കൊടുക്കാതെ റിജക്ട് ചെയ്താൽ ഫീ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ ഫീ പേയ്മെന്റ് നടത്തി, സീറ്റ് അക്സെപ്റ്റൻസ് ഫീ പേയ്മെന്റ് നടത്തി, പക്ഷേ നിങ്ങൾ ഒരു സ്പെസിഫിക് ഒരു കൗൺസിലിംഗ് റൗണ്ടിന്റെ ഇടയിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണം എന്ന് തോന്നുകയാണ്, ഐസറിൽ നിന്ന് പുറത്തേക്ക് പോകണം, കൗൺസിലിംഗിൽ നിന്നും പുറത്തേക്ക് പോകണം, വേറെ കോഴ്സിലേക്ക് നീറ്റിലേക്കോ ജെയിലേക്കോ ഒക്കെ പോകണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സീറ്റ് അക്സെപ്റ്റൻസ് ഫീ തിരിച്ച് കിട്ടുമോ എന്നുള്ളത് പല ആളുകളുടെയും ഡൗട്ടാണ്. അപ്പൊ വാട്ട് ഇഫ് നിങ്ങൾ ഈ ഒരു കൗൺസിലിംഗ് റൗണ്ടിന്റെ ഇടയിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ഐസർ കൗൺസിലിംഗ് റൗണ്ട്സ് 8 റൗണ്ട്സ് ഒക്കെയാണ് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത്. അപ്പൊ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4, 5, 6, 7, 8 അങ്ങനെ ഫൈനൽ റൗണ്ട് വരെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ തൽക്കാലം 4 റൗണ്ട് ആയിട്ടേ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. റൗണ്ട് 1 സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 9-നാണ്. ഞാൻ വെറുതെ വിചാരിക്കുകയാണ് എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ആ ഒരു റൗണ്ടിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു. റൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 9-നാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ഓഫർ ലെറ്റർ വന്നു. ആ റൗണ്ടിന്റെ റൗണ്ട് വൈസ് ഡെഡ് ലൈൻ, റൗണ്ട് വൈസ് RW ഡെഡ് ലൈൻ, റൗണ്ട് വൈസ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 13 വരെയാണ് എന്നുള്ളത് വിചാരിക്കാം. ആ ജൂലൈ 13-ാം തീയതി റൗണ്ട് വൈസ് ഡെഡ് ലൈനിന്റെ മുന്നേ ആണ് നിങ്ങൾ വിഡ്രോവൽ റിക്വസ്റ്റ് നടത്തുന്നത് എങ്കിൽ നിങ്ങൾ കൊടുത്ത സീറ്റ് അക്സെപ്റ്റൻസ് ഫീ ആയിട്ടുള്ള 35,000 രൂപയില് കംപ്ലീറ്റ് ഫീ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇത് ആണ് റൗണ്ട് 1. ഇത് റൗണ്ട് 1ന്റെ RW റൗണ്ട് വൈസ് ഡെഡ് ലൈൻ. അതുപോലെ റൗണ്ട് 2 ഉണ്ടായിരിക്കും, റൗണ്ട് 2ന്റെ റൗണ്ട് വൈസ് ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും, റൗണ്ട് 3 ഉണ്ടായിരിക്കും, റൗണ്ട് വൈസ് ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ വിഡ്രോവൽ റിക്വസ്റ്റ് നടത്തുന്നത് ഏതെങ്കിലും റൗണ്ട് വൈസ് ഡെഡ് ലൈനിന്റെ അകത്താണ് എങ്കിൽ, റൗണ്ട് വൈസ് ഡെഡ് ലൈനിന്റെ അകത്താണ് എങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് റീഫണ്ട് കിട്ടും. നിങ്ങൾ എത്രയാണോ അടച്ചത് 35,000 രൂപയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു പെനാൽറ്റി പോലും നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, നിങ്ങൾ റൗണ്ട് വൈസ് ഡെഡ് ലൈനിന് ശേഷമാണ് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നത്, പക്ഷേ ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈനിന്റെ ഇടയിലാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താ റൗണ്ട് വൈസ് ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാൽ, ഓരോ റൗണ്ടിലുള്ള വിഡ്രോവൽ റിക്വസ്റ്റ് നടത്താനുള്ള ഫൈനൽ ഡേ ആണ് റൗണ്ട് വൈസ് ഡെഡ് ലൈൻ. എന്താണ് ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞാല്, കംപ്ലീറ്റ് റൗണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ ഡേ, ഈ ദിവസത്തിന്റെ അകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു വിഡ്രോവലിന് ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ നിങ്ങൾ റൗണ്ട് വൈസ് ഡെഡ് ലൈനിന് ശേഷമോ അല്ലെങ്കിൽ ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈനിന്റെ ഇടയിലോ ആണ് നടത്തുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 10,000 അല്ലെങ്കിൽ 5,000 രൂപ നിങ്ങൾ കൊടുത്ത സീറ്റ് അക്സെപ്റ്റൻസ് ഫീയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഡിഡക്ഷന് കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ ഡിഡക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് 25,000 രൂപ മാത്രമേ റീഫണ്ട് കിട്ടുകയുള്ളൂ. അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ 17,500 രൂപ സീറ്റ് അക്സെപ്റ്റൻസ് ഫീയിൽ നിന്നും 5,000 പിടിച്ചതിന് ശേഷം 12,500 രൂപയെ നിങ്ങൾക്ക് ഈ ഒരു സമയത്താണ് നിങ്ങൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കാശ് കിട്ടുകയുള്ളൂ. ഇനി മൂന്നാമത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈനിന് ശേഷമാണ് നിങ്ങൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് എങ്കിൽ, ആഫ്റ്റർ ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈൻ, ആ ഡെഡ് ലൈൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കൊടുത്ത സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് ഏത് ഐസറിലേക്കാണോ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ ഉദ്ദേശിക്കുന്നത് ആ ഐസറിലേക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഈ റീഫണ്ട് ആയിട്ട് സീറ്റ് അക്സെപ്റ്റൻസ് ഫീസിന്റെ റീഫണ്ട് തരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്ത് ആ ഐസറിന്റെ പോളിസിയാണ്, ആ ഐസറിന്റെ പോളിസിയാണ് നിങ്ങൾക്ക് ഈ റീഫണ്ട് തരണോ വേണ്ടേ എന്നുള്ളത്. ചിലപ്പം റീഫണ്ട് കിട്ടാതിരിക്കാം,
അത് കംപ്ലീറ്റ്ലി അപ് ടു ദാറ്റ് ഐസർ. സോ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് റൗണ്ടിൽ നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 രീതിയിലുള്ള വിഡ്രോവൽ ഡേറ്റ്സ് ഉണ്ട്. ബിഫോർ റൗണ്ട് വൈസ് ഡെഡ് ലൈനിന്റെ മുന്നെയാണ് നിങ്ങൾ വിഡ്രോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സീറ്റ് അക്സെപ്റ്റൻസ് ഫീ കിട്ടും. റൗണ്ട് വൈസിന് ശേഷം ബിഫോർ ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ SC/ST കാറ്റഗറിയിലാണെങ്കിൽ 5,000 രൂപ ഡിഡക്ട് ചെയ്തതിന് ശേഷമായിരിക്കും എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുക. ആൻഡ് ഫൈനൽ വിഡ്രോവൽ ഡെഡ് ലൈനിന് ശേഷമാണ് എങ്കിൽ അത് ഐസർ ആണ് ഡിസൈഡ് ചെയ്യുക. മോസ്റ്റ് ലൈക്ലി നിങ്ങൾക്ക് 1 രൂപ പോലും റീഫണ്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഐസർ കൗൺസിലിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി സാധാരണഗതിയിൽ ആളുകൾ നടത്തുന്ന അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്ക് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡെഡ് ലൈൻസ് ചെക്ക് ചെയ്യില്ല എന്നുള്ളതാണ്. ഡെഡ് ലൈൻസ് എപ്പോഴും നിങ്ങൾ മെയിലിലാണെങ്കിലും ഐസർ അഡ്മിഷൻ വെബ്സൈറ്റുകളിലാണെന്നുണ്ടെങ്കിലും നോട്ടീസുകളിലാണെങ്കിലും ഇനി നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയാണെന്നുണ്ടെങ്കിലും കോൺസ്റ്റന്റ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യം, വിഡ്രോവൽ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് ചെയ്യണമെങ്കിൽ അത് ഇമെയിലിലൂടെയോ ഫോൺ വിളിച്ചാലോ ഒന്നും പറ്റില്ല. അത് ഐസർ അഡ്മിഷൻ നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിലൂടെ മാത്രമേ വിഡ്രോവൽ റിക്വസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാര്യം കൂടെ മനസ്സിലാക്കുക. വിഡ്രോവലിന് വേറെ ഒരു മീനും ഇല്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഐസറിന്റെ കൗൺസിലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഡെഡ് ലൈനും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അതൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ഐസർ ആസ്പിറൻസും അതുപോലെ തന്നെ ഇപ്പോൾ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും ആണ്. ഏതൊരു അപ്ഡേറ്റ് ഐസറിന് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിലും ഏതൊരു വെബിനാർ സംഘടിപ്പിക്കുകയാണ് എങ്കിലും അതെല്ലാം അപ്ഡേറ്റ്സ് ആദ്യം വരുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. സോ അതിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യുക. ഇനി എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഞാൻ ചെയ്യണമെങ്കിൽ ആ വീഡിയോയുടെ കണ്ടന്റ് എന്താ എന്നുള്ളതും താഴെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നുന്ന ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഐസറിനെ കുറിച്ചുള്ള പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ ഐസറിനെ കുറിച്ചുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.